Hello students, last class we have assignment question. Question is consider the system x plus y plus z plus t equal to 4, x plus beta y plus z plus t equal to 4, x plus y plus beta z plus 3 minus beta into t equal to 6, 2x plus 2y plus 2z plus beta into t equal to 6. If beta not equal to 1, 2, then find the solution of the given system of equations. Also, also find the solution when beta equal to 1 and 2. Okay. Now, we will solution. This system of equations solution matrix use. So, first, we will corresponding matrix equation. So, the matrix equation become coefficient matrix. First equation consider x coefficient 1, y coefficient 1, z coefficient 1, t coefficient 1. Variables x, y, z, t variables. 4 variables. So, first row, coefficient matrix in the first row in the 1, 1, 1. Then second equation considering x coefficient 1, y coefficient beta, z coefficient 1, t coefficient 1. So, coefficient matrix in the second row in the 1, beta, 1, 1. Third equation considering x coefficient 1, y coefficient 1, z coefficient beta, t coefficient 3 minus beta. So, third row, coefficient matrix in the third row in the 1, 1, beta, 3 minus beta. The last equation considering x coefficient 2, y coefficient 2, z coefficient 2, then t coefficient beta. So coefficient matrix in the last row 2, 2, 2 beta into unknowns x, y, z, t, column matrix x, y, z, t equal to the right side values. That is 4, 4, 6, 6. Column matrix 4, 4, 6, 6. So that's the system in the corresponding matrix equation. Then, we will see the non-homogeneous system. The given system is a non-homogeneous system. So, that's non-homogeneous system is solution. Augmented matrix A, B rank, coefficient matrix A rank, augmented matrix A, B rank, same. That is the condition. Rank of the augmented matrix A, B, rank of the coefficient matrix A equal ആണ് എങ്കിൽ മാത്രമേ ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആവുന്നുള്ളൂ. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ കൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം നമുക്ക് അറിയേണ്ടത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്ക് എയുടെ റാങ്ക് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് നമ്മളതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി എഴുതുകയാണ്. നമുക്കറിയാം ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി നമ്മൾ ഫോം ചെയ്യുന്നത് എ കോഫിഷ്യൻ മെട്രിക്സ് എയുടെ ലാസ്റ്റ് കോളമായിട്ട് ബി എന്ന് പറയുന്ന കോളങ്ങൾ കൂട്ടിച്ചേർക്കുക. അല്ല, ദിസ് ഇസ് എ കോളം മെട്രിക്സ് ബി, ദിസ് ഇസ് എ കോളം മെട്രിക്സ് ബി ആൻഡ് ദിസ് ഇസ് അവർ മെട്രിക്സ് എ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് അവർ എക്സ്, അൺനോൺസ് എക്സ്. ഓക്കെ, സോ ദ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ബിക്കം നമുക്ക് ഈ എയുടെ ലാസ്റ്റ് കോളമായിട്ട് എന്നോട് കൂട്ടിച്ചേർക്കുക, ഈ ബി എന്ന് പറയുന്ന കോളങ്ങൾ കൂട്ടിച്ചേർക്കുക. സോ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി, ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി ബിക്കം 1, ദിസ് ഇസ് അവർ എ. ദെൻ അതിൽ ലാസ്റ്റ് കോളമായിട്ട് നമ്മൾ ബി എന്ന് പറയുന്ന ആ കോളം മെട്രിക്സോട് കൂട്ടിച്ചേർത്തു. സോ ദാറ്റ് ഇസ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി. ദെൻ അതിനെ എഷ്ലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ട് റോ എഷ്ലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് പറയാം. സോ എലമെൻ്ററി റോ ഓപ്പറേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് റോ എഷ്ലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തു. സോ നമുക്ക് ഇതാണ് റോ എഷ്ലോൺ ഫോം കിട്ടുക. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റോ എഷ്ലോൺ ഫോം നമുക്ക് കിട്ടി. ദെൻ റോ എഷ്ലോൺ ഫോമിൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് റാങ്ക് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കിയറിയാം, ഇവിടെ ബീറ്റ ഗിവൺ കണ്ടീഷൻ പറയുന്നുണ്ട് ബീറ്റ നോട്ട് ഈക്വൽ ടു 1 and 2 ആണെങ്കിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ബീറ്റ എന്ന് പറയുന്നത് 1 അല്ല, ബീറ്റ എന്ന് പറയുന്നത് 1 അല്ല, അതേപോലെ ബീറ്റ എന്ന് പറയുന്നത് 2 അല്ല. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. എ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ റോ എഷ്ലോൺ ഫോമാണ് നമ്മൾ എഴുതിയത്. ഇവിടെ എത്ര നോൺ സീറോ റോസ് ഉണ്ട്? 1, 2, 3, 4 നോൺ സീറോ റോസ് ആണുള്ളത്. സോ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്ക് എത്രയാണെന്ന് കിട്ടും? ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്ക് 4 ആണെന്ന് കിട്ടും. എ ബിയുടെ റാങ്ക് 4 ആണ്. ഇനി ഇതിൽ നിന്നും ഇവിടെ തന്നെ നമുക്ക് എയുടെ റാങ്ക്, നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതായിരുന്നു. എ ബിയെ റോ എഷ്ലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ എ എന്ന് പറയുന്നതിൻ്റെ റോ എഷ്ലോൺ ഫോം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ ദിസ് ഇസ് ദ റോ എഷ്ലോൺ ഫോം ഓഫ് ദ കോഫിഷ്യൻ മെട്രിക്സ് എ. എയുടെ റോ എഷ്ലോൺ ഫോം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ ഇവിടെ എത്ര നോൺ സീറോ റോസ് ഉണ്ട്? ഇവിടെ എയുടെ നോൺ സീറോ റോസ് പറയുമ്പോൾ ഇവിടെ ബീറ്റ 2 ആയി കഴിഞ്ഞാൽ ലാസ്റ്റ് റോ, എയുടെ ലാസ്റ്റ് റോ കംപ്ലീറ്റ് 0 ആയി പോകുന്നുണ്ട്. അതേപോലെ തന്നെ ബീറ്റ 2ഉം ബീറ്റ 1ഉം ആയി കഴിഞ്ഞാൽ എയുടെ സെക്കൻഡ് ലാസ്റ്റ് റോയും കംപ്ലീറ്റ് 0 ആയി പോകും. അതേപോലെ ബീറ്റ 1 ആകുമ്പോഴും സെക്കൻഡ് റോയും കംപ്ലീറ്റ് 0 ആയി പോകുന്നുണ്ട്. ഇനി ഗിവൺ കണ്ടീഷൻ പറയുന്നുണ്ട് ബീറ്റ നോട്ട് ഈക്വൽ ടു 1 and 2 ആണെന്ന കേസ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുക. ബീറ്റ 1ഉം ബീറ്റ 2ഉം അല്ലെങ്കിൽ ഇഫ് ബീറ്റ നോട്ട് ഈക്വൽ ടു 1 and 2 ദെൻ എയുടെ അല്ലെങ്കിൽ റോ എഷ്ലോൺ ഫോം ഓഫ് എയിൽ എത്ര നോൺ സീറോ റോസ് കാണും? ബീറ്റ നോട്ട് ഈക്വൽ ടു 1, 2 ആണെങ്കിൽ
ഇവിടെ റോ എഷലോൺ ഫോം ഓഫ് എയിൽ 1 2 3 4 നോൺ സീറോ റോസ് ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. വെൻ ബീറ്റ നോട്ട് ഈക്വൽ ടു 1,2 റോ എഷലോൺ ഫോം ഓഫ് എ ഹാസ് 4 നോൺ സീറോ റോസ്. ക്ലിയർ ആണല്ലോ? ഹാസ് 4 നോൺ സീറോ റോസ്. ഓക്കെ, നമ്മൾ ഓൾറെഡി നമുക്ക് എ ബിയുടെ കോഎഫിഷ്യൻ മെട്രിക്സ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്ക് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 4 ആണ്, 4 വരിക. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി ബീറ്റ നോട്ട് ഈക്വൽ ടു 1 and 2 എന്ന കേസിൽ കോഎഫിഷ്യൻ മെട്രിക്സ് എയുടെ റാങ്കും എത്രയാണെന്ന് നമുക്ക് കിട്ടി? 4 ആണെന്ന് കിട്ടി. സോ എ ബിയുടെ റാങ്കും എയുടെ റാങ്കും സെയിം ആണെന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. എയുടെ റാങ്കും എ ബിയുടെ റാങ്കും സെയിം ആണെന്ന് നമുക്ക് കിട്ടി. വെൻ ബീറ്റ നോട്ട് ഈക്വൽ ടു 1,2 വെൻ ബീറ്റ നോട്ട് ഈക്വൽ ടു 1,2. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. എപ്പോഴാണ്? ബീറ്റ നോട്ട് ഈക്വൽ ടു 1 and 2 ആകുന്ന കേസിൽ. ബീറ്റ നോട്ട് ഈക്വൽ ടു 1 and 2 ആകുന്ന കേസിൽ തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ സൊല്യൂഷൻ ഉണ്ടെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കി. ഇനി അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇനി സൊല്യൂഷൻ കണ്ടുപിടിക്കാനെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തിയറം പറഞ്ഞിരുന്നു. സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഇങ്ങനെയായിരുന്നു. ആദ്യം നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ്, അപ്പോൾ ആദ്യം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, കൺസിസ്റ്റൻ്റ് ആണോ, സൊല്യൂഷൻ ഉണ്ടോ ഇല്ലെന്നുള്ള ആദ്യം തന്നെ മനസ്സിലാക്കുക. അതായത് റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കിട്ടി വെൻ ബീറ്റ നോട്ട് ഈക്വൽ ടു 1,2 ആകുന്ന കേസിൽ ഇത് രണ്ടും സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ വെൻ ബീറ്റ നോട്ട് ഈക്വൽ ടു 1,2 ആകുന്ന കേസിൽ ഈ തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് കിട്ടി. ഇനി സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ തിയറം നിങ്ങൾ നോക്കിയാൽ അറിയാം. ആ തിയറത്തിൻ്റെ പ്രൂഫിൽ നമ്മൾ പറയുന്നുണ്ട് n-p അൺനോൺസിന് ആർബിട്രറി വാല്യൂ അസൈൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് n-p അൺനോൺസിനാണ് നമ്മൾ ആർബിട്രറി വാല്യൂ അസൈൻ ചെയ്യും. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന കേസ് ഞാൻ പറയാം. സൊല്യൂഷൻ ഉണ്ടെന്ന് നമുക്കിവിടെ കിട്ടി. അതുകൊണ്ട് ബീറ്റ നോട്ട് ഈക്വൽ ടു 1,2 സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു കേസ് നമ്മൾ പറയും. അപ്പം ആ സൊല്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് n-p അൺനോൺസിന് ആർബിട്രറി വാല്യൂ അസൈൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ തിയറം പറയാം. ഓക്കെ, ഇവിടെ n എന്ന് പറയുന്നത് എയുടെ നമ്പർ ഓഫ് കോളംസ്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്പർ ഓഫ് അൺനോൺസ് ഏത് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. ഇവിടെ എത്ര അൺനോൺസ് ഉണ്ട്? എക്സ്, വൈ, ഇസഡ്, ടി 4 അൺനോൺസ് ഉള്ളത്. അല്ലെങ്കിൽ എയുടെ നമ്പർ ഓഫ് കോളംസ് എടുത്തു കഴിഞ്ഞാൽ 4 ആണ്. എങ്ങനെ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. സോ n എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. പി എന്ന് പറയുന്നത് എയുടെ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടി സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ എ ബിയുടെ റാങ്കും എയുടെ റാങ്കും സെയിം ആണ്. അത് രണ്ടും എന്താണെന്ന് നമുക്ക് കിട്ടി? 4 ആണെന്ന് കിട്ടി. ദാറ്റ് മീൻസ് ആ റാങ്കിനെയാണ് നമ്മൾ പി എന്ന് വിളിക്കുന്നത്, പി, സ്മോൾ പി. സോ അത് എത്രയാണെന്ന് കിട്ടി? 4 ആണ്. സോ n-p കൺസിഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 4 - 4 ഈക്വൽ ടു 0 എന്ന് കിട്ടുക. എന്ന് പറഞ്ഞാൽ അൺനോൺസിന് നമ്മൾ n-p കൺസിഡർ ചെയ്തപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 മീൻസ് n-p അൺനോൺസിനാണ് ആർബിട്രറി വാല്യൂ അസൈൻ ചെയ്യുക എന്നാണ് നമ്മൾ കണ്ടീഷൻ പറയുക. ഇവിടെ നമുക്ക് n-p എന്ന് പറയുന്നത് 0 ആണ് കിട്ടുക. ദാറ്റ് മീൻസ് ഇവിടെ ആർബിട്രറി വാല്യൂസ് ഒന്നും സൊല്യൂഷൻ ഉണ്ടായിരിക്കത്തില്ല. അതാണ് അതിൻ്റെ മീനിങ്. n-p ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ആർബിട്രറി വാല്യൂസ് ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടെന്ന് നമുക്ക് കിട്ടി. റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആണ്, പക്ഷേ ആർബിട്രറി വാല്യൂസ് ഒന്നും സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിന് ഒരേ ഒരു സൊല്യൂഷൻ മാത്രമേ കാണത്തുള്ളൂ. അതാണ് അതിൻ്റെ മീനിങ്. ക്ലിയർ ആണല്ലോ? ആർബിട്രറി വാല്യൂസ് ഉണ്ടെങ്കിൽ എത്ര സൊല്യൂഷൻ വരാം? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ വരാം. കാരണം ആർബിട്രറി വാല്യൂസിന് നമ്മൾ ലാസ്റ്റ് കണ്ട എക്സാമ്പിളാണ് ഇസഡിന് ഓരോ വാല്യൂ കൊടുക്കുമ്പോഴും നമുക്ക് ഓരോ സൊല്യൂഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഇസഡ് ഈസ് ആർബിട്രറി നമ്പർ. അവിടെ ഇസഡായിരുന്നു നമ്മൾ ആർബിട്രറി വാല്യൂ എടുത്ത് ചൂസ്. അപ്പോൾ ഇസഡിന് ഏത് വാല്യൂ നിങ്ങൾ കൊടുക്കുമ്പോൾ അതനുസരിച്ച് എക്സും വൈ മാറിക്കൊണ്ടിരിക്കും. സോ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ഓരോ സൊല്യൂഷൻ നമുക്ക് ഓരോ ഇസഡ് വാല്യൂവിലും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ നമുക്കിവിടെ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ആർബിട്രറി വാല്യൂസ് ഒന്നും തന്നെ ഇല്ല. n-p 0 ആകുന്ന കേസിൽ ഈ സിസ്റ്റത്തിന് ആർബിട്രറി വാല്യൂസ് ഒന്നും നമ്മൾ അസൈൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം, പക്ഷേ ഇതിന് സൊല്യൂഷൻ ഉണ്ടെന്ന് നമുക്ക് ഇവിടെ കിട്ടി. റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആണ്, കൺസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിന് ഏത് സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ? ഒരേ ഒരു സൊല്യൂഷൻ മാത്രമേ കാണത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഒരു സിസ്റ്റത്തിന് 3 പോസിബിലിറ്റി ഉള്ളൂ. ഒന്നെങ്കിൽ സൊല്യൂഷൻ ഒന്നും ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഇനി സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒരേ ഒരു സൊല്യൂഷനെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. ഈ 2 പോസിബിലിറ്റി ഉള്ളൂ. സൊല്യൂഷൻ ഉള്ള കേസിൽ 2 പോസിബിലിറ്റി ഉള്ളൂ. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരിക്കാം ഒരു കേസ്, ഒന്നെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരേ ഒരു സൊല്യൂഷൻ, യുണീക്ക് സൊല്യൂഷൻ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന യുണീക്ക് സൊല്യൂഷൻ മാത്രമേ ഈ സിസ്റ്റത്തിനുള്ളൂ. ഒരേ ഒരു സൊല്യൂഷൻ മാത്രമേ ഈ തന്നിരിക്കുന്ന സിസ്റ്റത്തിനുള്ളൂ വെൻ ബീറ്റ നോട്ട് ഈക്വൽ ടു 1,2 ആകുന്ന കേസിൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അതെങ്ങനെ കണ്ടുപിടിക്കുക? ആ യുണീക്ക് സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? അത് നമ്മൾ നേരത്തെ ആ തീരത്തിൽ നമ്മൾ പറയുന്നു. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതിന് വേണ്ടിയിട്ട് നമ്മൾ എ ബി എന്ന് പറയുന്ന ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതി എ ബിയുടെ ഹെർമൈറ്റ് ഫോം കണ്ടുപിടിക്കുക. എ ബിയുടെ പ്രത്യേകം ശ്രദ്ധിക്കണം, എ ബിയുടെ ഹെർമൈറ്റ് ഫോം കണ്ടുപിടിക്കുക. എലമെൻ്ററി റോ ഓപ്പറേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് എ ബിയുടെ ഹെർമൈറ്റ് ഫോം കണ്ടുപിടിക്കുക. ഇവിടെ ഓൾറെഡി നമ്മൾ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ എ ബിയുടെ എഷ്ലോൺ ഫോം, റോ എഷ്ലോൺ ഫോം ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് എലമെൻ്ററി റോ ഓപ്പറേഷൻസ് കൂടെ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എ ബിയുടെ ഹെർമൈറ്റ് ഫോം ചെയ്യാം. അപ്പോൾ എ ബിയുടെ ഹെർമൈറ്റ് ഫോം ചെയ്യുമ്പോൾ നമുക്കൊരു മെട്രിക്സ് കിട്ടും. എ ബിയുടെ ഹെർമൈറ്റ് ഫോം ഇതാണ്. സപ്പോസ് ഇതാണ് എ ബിയുടെ ഹെർമൈറ്റ് ഫോം എന്ന് വിചാരിക്കാം. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എ ബിയുടെ ഹെർമൈറ്റ് ഫോം കണ്ടുപിടിക്കാം. ഞാൻ ലാസ്റ്റ് ഓൾറെഡി നമ്മൾ എ ബിയുടെ റോ എഷലോൺ ഫോം ഇവിടെ വരെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പിന്നെ ബാക്കി എലമെൻ്ററി ഓപ്പറേഷൻസ് അതിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ഹെർമൈറ്റ് ഫോം ആക്കി മാറ്റാം. അതാണ് നമ്മൾ അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. എലമെൻ്ററി ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ലാസ്റ്റ് എ ബി ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബിയുടെ ഹെർമൈറ്റ് ഫോം ചെയ്തു. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഇപ്പോൾ ലാസ്റ്റ് എനിക്ക് ഒരു ഹെർമൈറ്റ് ഫോം കിട്ടി. ഹെർമൈറ്റ് ഫോം യൂണീക്കാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സെയിം മെട്രിക്സ് തന്നെയായിരിക്കും ഹെർമൈറ്റ് ഫോമിൽ കിട്ടുക. ഓക്കെ, അപ്പോൾ എനിക്കൊരു എ ബിയുടെ ഹെർമൈറ്റ് ഫോം കിട്ടി. കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. ഹെർമൈറ്റ് മെട്രിക്സിൻ്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എ ബിയുടെ ഹെർമൈറ്റ് ഫോം കിട്ടി. ഇനി ഇവിടെ നമ്മൾ നോക്കാം, നമ്മൾ ഇതിൽ എയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പോകുന്ന ഒരു മെട്രിക്സ് ഉണ്ട് അല്ലേ. ആദ്യത്തെ 4 കോളംസ് അല്ലേ, അതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. നമ്മൾ ആദ്യം പറഞ്ഞു എ എന്ന് പറയുന്ന മെട്രിക്സ്, അതിൻ്റെ ലാസ്റ്റ് കോളത്തിലേക്ക് ബി എന്ന് പറയുന്ന കോളം മെട്രിക്സോട് കൂട്ടിച്ചേർത്താണ് നമ്മൾ എ ബി ഫോം ചെയ്യും. സോ അപ്പോൾ ഇവിടെ നമ്മൾ എ ബിയുടെ ഹെർമൈറ്റ് ഫോം കണ്ടുപിടിക്കുമ്പോൾ ഓൾറെഡി എയുടെ ഹെർമൈറ്റ് ഫോമും നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഈ ഒരു മെട്രിക്സ് ആണ് എയുടെ ഹെർമൈറ്റ് ഫോം എന്ന് പറയുന്നത്. കിട്ടിയല്ലോ, എയുടെ ഹെർമൈറ്റ് ഫോം എന്ന് പറയും. സോ ബി എന്ന് പറയുന്ന ആ കോളം നമ്മൾ എ ബിയുടെ ഹെർമൈറ്റ് ഫോം കണ്ടുപിടിക്കുമ്പോൾ ബി എന്ന് പറയുന്ന ആ ഒരു കോളത്തിന് ചേഞ്ച് വന്ന് ലാസ്റ്റ് ഹെർമൈറ്റ് ഫോമിൽ ബി എന്ന് പറയുന്ന കോളം ചേഞ്ച് ചെയ്ത് ഈ ഒരു കോളം മെട്രിക്സ് ആണ് നമുക്ക് ലാസ്റ്റ് ഫോം ചെയ്യുക. കിട്ടിയല്ലോ. അപ്പോൾ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഫോം ചെയ്യുന്ന കോളം മെട്രിക്സ് ആണ് ഇത് ലാസ്റ്റ് കോളം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് സി എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾ ആ തിയറം ഒന്നുകൂടെ നോക്കുക. ഇതാണ് നമ്മൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ ഹെർമൈറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ മെട്രിക്സ് ആണ് എയുടെ ഹെർമൈറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇത് ഈ ലാസ്റ്റ് കോളമാണ് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ മെട്രിക്സ്. അതിനെ നമ്മൾ സി എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് ഫോം ചെയ്യുന്ന മെട്രിക്സ് സിസ്റ്റം ഇതായിരുന്നു. എച്ച് എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന സിസ്റ്റം. നിങ്ങൾ ആ തിയറം ഒന്നുകൂടി നോക്കുക. അതായത് ഇതാണ് നമ്മുടെ എച്ച് എന്ന് പറയുന്ന മെട്രിക്സ്. ഇതാണ് നമ്മുടെ എച്ച് എന്ന് പറയുന്ന മെട്രിക്സ്, എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെർമൈറ്റ് ഫോം. ഇതാണ് ബി എന്ന് പറയുന്ന കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയ മെട്രിക്സ്, കോളം മെട്രിക്സ്. അതിനെ നമ്മൾ സി എന്നാണ് വിളിക്കുക. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കിട്ടുന്നത് വി കൺസിഡർ എച്ച് എക്സ് ഈക്വൽ ടു സി. എലമെൻ്ററി ഓപ്പറേഷൻസ് ഒരിക്കലും സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ അഫക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ തന്നെയാണ് എച്ച് എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ എച്ച് എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷനാണ് ഇനി കാണുക. ക്ലിയർ ആണല്ലോ. എന്താ കറസ്പോണ്ടിങ് system of equation is, നമ്മളതിനെ എച്ച് എക്സ് ഈക്വൽ ടു സി ഫോം എഴുതി. എച്ച് എക്സ് ഈക്വൽ എച്ച് ഈസ് 1 0 0 0 0 1 0 0 0 0 1 0 0 0 0 1 ഇൻറ്റു എക്സ്. എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? കോളം മെട്രിക്സ് എക്സ് വൈ ഇസഡ് ടി ഈക്വൽ ടു സി. സി എന്ന് പറയുന്ന കോളം മെട്രിക്സ് നമ്മൾ പറഞ്ഞതാണ് ലാസ്റ്റ് കോളം അല്ലേ. That is 4 beta square minus 10 beta plus 6 divided by beta minus 1 into beta minus 2 0 0 minus 2 divided by beta minus 2. നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കണം ഇത് കറക്റ്റ് ആണെന്നുള്ളത്. ഹെർമൈറ്റ് ഫോം കറക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടി വെരിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എച്ച് എക്സ് ഈക്വൽ ടു സി എന്നുള്ള ഈ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി ജസ്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. അപ്പോൾ നമുക്ക് അതിൽ നിന്നും എക്സും വൈയും ഇസഡും ടിയും കണ്ടുപിടിക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് വൈ ഈക്വൽ ടു 0, ഇസഡ് ഈക്വൽ ടു 0, ടി ഈക്വൽ ടു ഓക്കെ ഓൾറെഡി എക്സിൻ്റെ വാല്യൂ കിട്ടുന്നുണ്ട്. എക്സ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് എക്സ് ഈക്വൽ ടു 4 + 2 / ബീറ്റ മൈനസ് 2 എന്ന് കിട്ടുന്നുണ്ട്. വൈ ഈക്വൽ ടു 0, ഇസഡ് ഈക്വൽ ടു 0, ടി ഈക്വൽ ടു -2 / ബീറ്റ മൈനസ് 2 എന്ന് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് വി ഗെറ്റ് എക്സ് ഈക്വൽ ടു 4 + 2 / ബീറ്റ മൈനസ് 2, വൈ ഈക്വൽ ടു 0, ഇസഡ് ഈക്വൽ ടു 0, ടി ഈക്വൽ ടു -2 / ബീറ്റ മൈനസ് 2 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഒരു സൊല്യൂഷനേ ഉള്ളൂ. ഇവിടെ ആർബിട്രറി വാല്യൂസ് ഒന്നുമില്ല. എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം. ബീറ്റ എന്ന് പറയുന്നത് ഫിക്സഡ് നമ്പർ ആട്ടോ. ബീറ്റ ഇസ് എ ഫിക്സഡ് നമ്പർ. ബീറ്റ ഇസ് എ കോൺസ്റ്റൻറ്റ്. അത് 1ഉം 2ഉം അല്ല, 1ഉം 2ഉം അല്ലാത്ത ഏതൊരു ഫിക്സഡ് നമ്പറാണ്, കോൺസ്റ്റൻ്റ് ആണ് ബീറ്റ എന്ന് പറയുന്നത്. നമ്മുടെ എക്സിന് ഒരു യൂണീക്ക് വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. വൈ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് നമ്പറാണ്. വൈ ഈക്വൽ ടു 0 ആണ്. ഇസഡ് എന്ന് പറയുന്നത് 0 ആണ്. ടി എന്ന് പറയുന്നതും ഒരു ഫിക്സഡ് നമ്പറാണ്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു യുണീക്ക് സൊല്യൂഷൻ എക്സ് വൈ ഇസഡ് ടി ഇവിടെ കിട്ടുന്നുണ്ട്, ഒരു യുണീക്ക് സൊല്യൂഷൻ. ഓക്കെ, ഇനി അതിന് കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബീറ്റ 1ഉം ബീറ്റ 2ഉം ആകുന്ന കേസിൽ സൊല്യൂഷൻ എന്തായിരിക്കും? ബീറ്റ 1 ആകുന്ന കേസിൽ നമ്മുടെ ഇക്വേഷൻ 1, അതായത് നമ്മൾ ഇക്വേഷൻ 1 മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് റോ എഷലോൺ ഫോമിനെ നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് മാർക്ക് ചെയ്ത്. സോ ബീറ്റ 1 ആകുന്ന കേസിൽ റോ എഷലോൺ ഫോം ഈ ഒരു മെട്രിക്സിലേക്ക് ചേഞ്ച് ചെയ്യും, ഈ ഒരു മെട്രിക്സ് ആയിട്ട് മാറും. ദെൻ അതിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക? അതിനെ നമ്മൾ വീണ്ടും ഇതിപ്പം റോ എഷലോൺ ഫോമിലല്ല ഈ മെട്രിക്സ് എടുക്കുക. ബീറ്റ 1 ആകുന്ന കേസിൽ റോ എഷലോൺ ഫോമല്ല. അപ്പോൾ അതിനെ നമ്മൾ വീണ്ടും റോ എഷലോൺ ഫോമിലേക്ക് മാറ്റുകയാണ് എലമെൻ്ററി റോ ഓപ്പറേഷൻസ് യൂസ് ചെയ്തുകൊണ്ട്. സോ ലാസ്റ്റ് എനിക്ക് അതിൻ്റെ റോ എഷലോൺ ഫോം ഇവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് റോ എഷലോൺ ഫോം. കിട്ടി, മനസ്സിലായല്ലോ.
ഇനി ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൊല്യൂഷൻ ഉണ്ടോ ഇല്ലോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ബീറ്റ 1 ആവുന്ന കേസിൽ നമ്മൾ സൊല്യൂഷൻ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? എ ബിയുടെ റാങ്കും നേരത്തെ ചെയ്ത പോലെ തന്നെ കണ്ടുപിടിക്കണം ബീറ്റ 1 ആവുന്ന കേസിൽ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് 1 2 റോസേ ഉള്ളൂ. എ ബി എന്ന് പറയുന്ന മെട്രിക്സ്, ഇതാണ് നമ്മുടെ എ ബി എന്ന് പറയുന്ന ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി. വെൻ ബീറ്റ ഈക്വൽ ടു 1 ആവുന്ന കേസിൽ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റോ എഷലോൺ ഫോം നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് ആ റോ എഷലോൺ ഫോം എന്ന് പറയുന്നത്. ഇവിടെ 2 നോൺ സീറോ റോസ് ആണുള്ളത്, അതുകൊണ്ട് തന്നെ എ ബിയുടെ റാങ്ക് 2 ആണ് കിട്ടുക. ഇനി എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ഇതാണ് വരിക അല്ലേ. അവിടെ എത്ര നോൺ സീറോ റോസ് ഉണ്ട്? ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും. അവിടെ 2 നോൺ സീറോ റോസ് ഉണ്ട്. സോ എയുടെ റാങ്ക് എന്ന് പറയുന്നത് 2 ആണ് കിട്ടുക. സോ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എ ടു ഈക്വൽ ആണെന്ന് കിട്ടി, 2 ആണെന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിന് ബീറ്റ ഈക്വൽ ടു 1 ആവുന്ന കേസിലും തന്നിരിക്കുന്ന സിസ്റ്റത്തിന് സൊല്യൂഷനുണ്ട്, കൺസിസ്റ്റൻ്റ് ആണ് കിട്ടി. ഇനി സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ നമുക്കിവിടെ കിട്ടിയ ഈ റോ എഷലോൺ ഫോമിൻ്റെ ഹെർമൈറ്റ് ഫോം കണ്ടുപിടിക്കുക. അതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്, ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹെർമൈറ്റ് ഫോം എനിക്ക് ഇവിടെ കിട്ടി. ഇതാണ് അതിൻ്റെ ഹെർമൈറ്റ് ഫോം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഹെർമൈറ്റ് ഫോം ആണല്ലോ. ഓക്കെ, അപ്പോൾ ഹെർമൈറ്റ് ഫോം കിട്ടി. ദെൻ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എച്ച് എന്ന് പറയുന്ന മെട്രിക്സ് ചെയ്ത് വരും. ഇതാണ് നമ്മുടെ എച്ച് എന്ന് പറയുന്ന മെട്രിക്സ്. ദാറ്റ് ഈസ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെർമൈറ്റ് ഫോം. വെൻ ബീറ്റ ഈക്വൽ ടു 1 എ എന്ന് പറയുന്ന മെട്രിക്സിന് കോഎഫിഷ്യൻ മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെർമൈറ്റ് മെട്രിക്സ് എന്ന് പറയുന്നതാണ്. ഇനി കോളം മെട്രിക്സിന് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് ഇതാണ് 2 2 0 0 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ വി കൺസിഡർ ദ സിസ്റ്റം എച്ച് എക്സ് ഈക്വൽ ടു സി. സോ എച്ച് എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന മെട്രിക്സ് എങ്ങനെ വരും? ഹിയർ എച്ച് എക്സ് ഈക്വൽ ടു സി ബിക്കം മെട്രിക്സ് 1 1 1 0 0 0 0 1 0 0 0 0 ലാസ്റ്റ് 2 റോസ് 0 ഇൻറ്റു അൺനോൺസ് എക്സ് വൈ സെഡ് ടി ഈക്വൽ ടു സി എന്തായിരുന്നു? 2 2 0 0. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 2 ടി ഈക്വൽ ടു 2. ഇനി ഇവിടെ എത്ര അൺനോൺസിന് ആർബിട്രറി വാല്യൂ അസൈൻ ചെയ്യണം? നമ്മൾ n-p അൺനോൺസിന് ആർബിട്രറി വാല്യൂ അസൈൻ ചെയ്യുന്നത്. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺനോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ആണ്, 4 നമുക്കറിയാം. പി എന്ന് പറയുന്നത് എ ബിയുടെ അല്ലെങ്കിൽ എയുടെ റാങ്കാണ്, രണ്ടും ഈക്വൽ ആണ്. അത് 2 ആണ് നമുക്കിവിടെ കിട്ടി. സോ n-p ഈക്വൽ 4 - 2 ഈക്വൽ 2 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് നമ്മുടെ അൺനോൺസ് എക്സ് വൈ ഇസഡ് ടിയിൽ ഏതെങ്കിലും 2 അൺനോൺസിന് ആർബിട്രറി വാല്യൂ അസൈൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ 2 എന്ന് കിട്ടുന്നത്, ടി ഈക്വൽ 2 എന്ന് കിട്ടുന്നത്. ടി ഫിക്സഡ് ആണ്, ടി ഈക്വൽ 2 കിട്ടുന്നത്. പിന്നെ നമ്മൾ എക്സും വൈയും ഇസഡും ആണുള്ളത്. അപ്പോൾ അതിലേതെങ്കിലും 2 അൺനോൺസിന് ആർബിട്രറി വാല്യൂ അസൈൻ ചെയ്യാം. Okay, here the coefficient matrix is of rank 2, so we can assign 4 - 2 equal to 2 of the unknowns as solution parameters. Therefore, the general solution is t equal to 2, x equal to 2 minus y minus z. ഇവിടെ ടി ഓൾറെഡി ഫിക്സഡ് ആണ്. അപ്പം പിന്നെ ടിക്ക് നമുക്ക് ആർബിട്രറി വാല്യൂ അസൈൻ ചെയ്തില്ല. പിന്നെ മിച്ചമുള്ളത് എക്സും വൈയും ഇസഡുമാണ്. അപ്പോൾ അതിലേതെങ്കിലും 2 എണ്ണത്തിന് ആർബിട്രറി വാല്യൂ അസൈൻ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്ന അനുസരിച്ച് എക്സ് ഈക്വൽ ടു 2 - y - z എന്ന് വരും. ദാറ്റ് ഈസ് ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്ന വൈയും ഇസഡുമാണ് ആർബിട്രറി നമ്പർ. ദാറ്റ് ഈസ് ഇവിടെ വൈയും ഇസഡും നിങ്ങൾ ഓരോ ആർബിട്രറി, ഇപ്പോൾ വൈക്ക് 1 കൊടുക്കാം, ഇസഡിന് 1 കൊടുക്കാം, അല്ല വൈക്ക് 2 കൊടുക്കാം, ഇസഡിന് 2 കൊടുക്കാം. അപ്പോൾ ഓരോ വൈ ഇസഡ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എക്സും ടിയും കിട്ടുന്നുണ്ട്. എക്സും വൈയും ഇസഡും ടിയും പറയാൻ പറ്റും. ഇവിടെ 2 ആർബിട്രറി നമ്പേഴ്സ് ഉണ്ട്, വൈയും ഇസഡും. ക്ലിയർ ആണല്ലോ? അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒന്നുകിൽ എക്സും വൈയും ചൂസ് ചെയ്യാം, എക്സിനെ എക്സിൻ്റെ വൈനെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ വൈയെ എക്സിൻ്റെ ഇസഡിൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് എക്സും ഇസഡും ആർബിട്രറി നമ്പേഴ്സ് ആയിട്ട് ചൂസ് ചെയ്യാം. ടി ഓൾറെഡി ഫിക്സഡ് ആണ്. അപ്പോൾ ടി ഒഴിവാക്കിക്കൊണ്ട് ഏത് 2 അൺനോൺസ് വേണമെങ്കിലും നിങ്ങൾക്ക് ആർബിട്രറി വാല്യൂസ് ആയിട്ട് ചൂസ് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് വൈയും ഇസഡുമാണ് ആർബിട്രറി നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, സോ ഈ ഒരു കേസിൽ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്ത കേസ് പോസിബിലിറ്റി ബീറ്റ ഈക്വൽ ടു 2 ആവുന്ന കേസ്. ബീറ്റ ഈക്വൽ ടു 2 ആവുന്ന കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ റോ എഷലോൺ ഫോം ഓഫ് ഇക്വേഷൻ മെട്രിക്സ് 1 ചേഞ്ച് ചെയ്യുമ്പോൾ ബീറ്റ ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മെട്രിക്സ് 1 ഇങ്ങനെ കിട്ടും. സോ ഇവിടെയും നിങ്ങൾ നോക്കിയാൽ അറിയാം, എ ബിയുടെ റാങ്ക് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്ക് 4 നോൺ സീറോ റോസ് ആണുള്ളത്. സോ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്ക് 4 ആണ് വരിക. എയുടെ റാങ്ക് എന്താ വരിക? എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണല്ലോ, എയുടെ റോ എഷലോൺ മെട്രിക്സ് ആണ് വരിക. അവിടെ എത്ര നോൺ സീറോ റോസ് ഉണ്ട്? 3 നോൺ സീറോ റോസ് ഉള്ള. ദാറ്റ് മീൻസ് എയുടെ റാങ്ക് 3 ആണ് വരിക. ദാറ്റ് ഈസ് എ ബിയുടെ റാങ്ക് 4ഉം എയുടെ റാങ്ക് 3ഉം നോട്ട് ഈക്വൽ ടു ആണല്ലേ. ദാറ്റ് ഈസ് റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആണ്. കൺസിസ്റ്റൻ്റ് അല്ല. നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്ന് നമുക്ക് പറയാം. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യത്തില്ല. Therefore, hence in this case, when beta equal to the given system ax equal to b has no solution. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന സിസ്റ്റത്തിന് ആദ്യം തന്നെ സൊല്യൂഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുക. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പിന്നെ ആ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്കും എയുടെ റാങ്കും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം സൊല്യൂഷനിലേക്ക് പോകാൻ. അതാണ് ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ 2-3 കേസാണ് നമ്മൾ കൺസിഡർ ചെയ്ത്. ബീറ്റ നോട്ട് ഈക്വൽ ടു 1,2 സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ട്, യുണീക്ക് സൊല്യൂഷൻ ആണെന്ന് കിട്ടി. ബീറ്റ ഈക്വൽ ടു 1 ആവുന്ന കേസിൽ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ട്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണെന്ന് കിട്ടി. ബീറ്റ ഈക്വൽ ടു 2 ആവുന്ന കേസിൽ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഒന്നും തന്നെ ഇല്ല എന്നും കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.